ശ്രീ റെജി ലൂക്കോസ്, 2019 ഡിസംബർ മാസത്തിൽ അവസാനം സർക്കാരിന്റെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ടിൽ എന്തു ചെയ്തു സർക്കാർ ഇതുവരെ? ഇത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ വിചിത്രമായ ഒരു പരാതി കഴിഞ്ഞ ദിവസം ഉണ്ടായി. ശ്രീ റെജി ലൂക്കോസ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്തെന്നല്ല ഞാൻ ചോദിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നവരെ പൊട്ടന്മാരാക്കല്ലേ. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. അല്ല, ഞാൻ പറഞ്ഞ ഈ റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കാനുള്ള കാരണം എന്താണ്? കോടതി ചെറുതായിട്ട് അതിന് മറുപടി പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഒരു അധോലോക സംവിധാനത്തിലോ അല്ലെങ്കിൽ ഒരു ഭീകരപരമായിട്ട് താവളമായിട്ട് സിനിമയെ ചിത്രീകരിക്കുന്ന അസംബന്ധമാണ്. ഒരിക്കലും അത് നടക്കുന്ന കാര്യമില്ല. അതൊക്കെ ചുമ്മാ വെറുതെ എക്സാജറേഷൻസാണ്. ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളിലൂടെ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനവും ലോകത്തെ ഏറ്റവും വലിയ അധോലോക പ്രസ്ഥാനവും കേരളത്തിലെ സിനിമാ മേഖലയാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. എന്റെ ഗർഭം ഇങ്ങനല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഇത് പുറത്തുവിട്ട ആ നിമിഷം മുതൽ ഇത് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് യൂട്യൂബിൽ. എനിക്കിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ചർച്ചയിലേക്ക് വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തു വിടാത്ത ഒഴിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു തന്നെ സംസാരിക്കുക. ഹേമാറ്റി കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അവർ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതല്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ എല്ലാം കൂടെ മുൾമുന്നിൽ നിർത്തിക്കൊണ്ട് വില്ലന്മാരാണോ അതോ നടന്മാരാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിൽ കഷ്ടപ്പെട്ട് യാതനകൾ അനുഭവിച്ചു തന്നെയാണ്, കഴിവിന്റെ പേരിലാണ് ഇന്നിപ്പോ ഈ മോള് തലങ്ങളിൽ നിൽക്കുന്ന നടിനടന്മാരെല്ലാം വന്നിരിക്കുന്നത്. ഒരു ഉത്തരവുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സംശയലേശമെന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യമാണത്. എല്ലാവരും അങ്ങനെയല്ല എന്ന് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടും നമ്മുടെ ബോധ്യത്തിൽ നിന്നും നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങും ശ്രീ രാഹുൽ ഈശ്വരും പറയുന്നത് അധോലോകം എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ്. മാഫിയയാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന്, 15 പേരുടെ ഒരു പവർ ഗ്രൂപ്പാണ് നിർണ്ണയിക്കുന്നത് എന്ന്, മലയാള സിനിമയിൽ അവർക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന്, ഒന്ന് എഴുന്നേറ്റ് നിന്നില്ല എങ്കിൽ തൂക്കിയെടുത്ത് പുറത്ത് കളയാൻ കഴിയുമെന്ന് ഒക്കെ പറഞ്ഞു വെക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വെള്ളയടിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ നമ്മൾ വിവരം അറിയുന്ന തോന്നുന്നത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറ്റെന്ത് തൊഴിൽ ചെയ്യാനാണ് സാർ? ടിവിയിൽ മുഖം കാണിക്കാനും പത്രത്തിൽ പേര് വരുത്താനും വേണ്ടി നടത്തുന്ന ഞാൻ വെള്ളയടിക്കാൻ ശ്രമിച്ചില്ല. നിങ്ങൾ ഈ പറയുന്ന നിലപാട് വെച്ചുകൊണ്ടൊരു സിനിമയുടെ പൂർത്തീകരണം നടക്കില്ല. കാരണം സർക്കാരികമായ ഒരു പ്രവൃത്തിയാണ് ഇതിനകത്ത്. പറ്റുന്നില്ല കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും സ്ത്രീകൾക്ക് സുരക്ഷിതമുള്ള തൊഴിലിടം എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. ഇവിടെ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും പരാതിയുണ്ടോ? സ്ത്രീകൾ മാത്രമുള്ള കൂട്ടായ്മയാ. അതുപോലെ എത്രയോ തൊഴിലിടങ്ങള്, മാധ്യമ പ്രവർത്തകരിൽ പോലും എത്രയോ സ്ത്രീകൾ മുമ്പോട്ട് വരുന്നു. ഇപ്പൊ മുണ്ടക്കൈ വയനാട് ദുരന്തത്തിൽ ദുർഘടമായ സാഹചര്യങ്ങളിൽ മല കയറി റിപ്പോർട്ട് ചെയ്ത് എത്രയോ സ്ത്രീകളെ ഞാൻ പറഞ്ഞുതരാം. എത്രയോ വനിതാ റിപ്പോർട്ടറെ ഞാൻ പറഞ്ഞുതരാം. ഒരു കാലത്ത് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ അത്ര വനിതാ റിപ്പോർട്ടർമാർ നിങ്ങൾ വിടിയൽ എന്താ കാര്യമുണ്ട്? അവർക്ക് അവിടെ കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളുണ്ടെന്നോ അല്ല, ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തത്. അങ്ങനെ എല്ലാ കേരളത്തിൽ മാധ്യമ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. അതവിടെ നിൽക്കൂ. ഈ പറയുന്ന മുണ്ടക്കൈയിലെ പ്രശ്നമോ അല്ല നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസിന് പൂർത്തീകരിക്കാനുള്ള അവസരം കൊടുക്കൂ. ശ്രീ രാഹുൽ സർ, അദ്ദേഹം പൂർത്തീകരിക്കട്ടെ. ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പറഞ്ഞോളൂ. അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതരുത്. അപ്പൊ നിനക്ക് കാര്യം അറിയാം. മാധു, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ശരിക്കും മാധ്യമപ്രവർത്തകരെ പ്രൊമോട്ട് ചെയ്താ പറയുന്നത്. നിങ്ങൾ അത് വക്രീകരിക്കുന്നത്. ഇന്നിപ്പോ ഞാൻ കണ്ടാല് മാതൃഭൂമി ഉൾപ്പെടെയുള്ള വിഷ്വൽ മീഡിയകളിലെ വനിതാ മാധ്യമ പ്രവർത്തകര് പുരുഷ മാധ്യമ പ്രവർത്തകരോടൊപ്പം തന്നെ ആ മുണ്ടക്കയിലെ ഒരു പുരുഷന് പോലും കയറാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഞാനൊക്കെ ഞെട്ടിയിരുന്നുണ്ട്. കാരണം ഞാൻ എനിക്കൊരു റിപ്പോർട്ടർമാരല്ലേ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അല്ല, ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നേ. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ വിഷയത്തിലേക്ക് വരണ ചില കാര്യങ്ങൾ പറയണല്ലോ. ഇപ്പൊ രാഹുൽ ഈശ്വരേ, ഈ ചർച്ച പ്രശ്നം എന്താണെന്നറിയാമോ ശ്രീ റെജി ലൂക്കോസ്? ഞാൻ ചോദിച്ചത് സർക്കാർ കഴിഞ്ഞ ഈ 4.5 വർഷത്തിനിടയ്ക്ക് എന്ത് ചെയ്തു എന്നാണ്. സത്യം പറഞ്ഞാൽ അങ്ങ് ഇത്രയും സമയം എടുത്താത്തൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങയുടെ സിനിമാ ചരിത്രവും അങ്ങയുടെ ബന്ധങ്ങളും നമ്മുടെ മുണ്ടക്കൈയിലെ അപകടവും ഇതെല്ലാം പറയുന്നുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം മാത്രം അങ്ങ് പറയുന്നില്ല. അല്ല, ഞാൻ അത് പറയും ചില കാര്യങ്ങളൊക്കെ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകണം. ഒരു പ്രസ്ഥാനത്തെ, ഒരു ഇൻഡസ്ട്രിയെ ഇതുപോലെ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അതിനകത്ത് തെറ്റുകളുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്.
ഞാൻ അത് പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്ത എന്താണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്? ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ചോദിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല എന്നല്ല. അങ്ങേക്ക് അതുപോലും കേൾക്കാനുള്ള സാവകാശമില്ല. ഞാൻ ചോദിച്ചത് ആ റിപ്പോർട്ടിന്റെ ശുപാർശകളിൽ സർക്കാർ എന്തു ചെയ്തു എന്നാണ്. എന്ത് നടപടിയെടുത്തു എന്നാണ് ഞാൻ ശ്രീ റെജി ലൂക്കോസ് നാലാമത്തെ തവണയും ചോദിക്കുന്നു. അങ്ങനെ നടപടിയെടുക്കേണ്ട ബാധ്യത ഒരു സംവിധാനത്തിന് ഇല്ലെങ്കിൽ എന്തിനാണ് 1,06,00,000 രൂപ കൊണ്ട് കലക്കവെള്ളത്തിൽ കളഞ്ഞത്? അല്ല, കേട്ടോണ്ടിരിക്കുന്ന ജനത്തിന് പൊട്ടന്മാരൊന്നുമല്ല. നിൽക്കൂ, കേരളത്തിനെ സംബന്ധിച്ചോളം കേരളം നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭീകരമായ ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ മുൾമുനയിൽ തരിച്ചിരിക്കുന്ന ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് ഈ റിപ്പോർട്ടർ അതിന്റെ അത്രയും വാലിഡിറ്റി റിപ്പോർട്ടർ ഉണ്ടാവുന്നൊക്കെ നിങ്ങളൊക്കെ ചിത്രീകരിച്ചാൽ അതൊന്നും കേരളത്തിൽ വിലപ്പോകത്തില്ല. ജനം അതല്ല പ്രതീക്ഷിക്കുന്നത്. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തരുതെന്നാണോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപടി സ്വീകരിക്കരുതെന്നാണോ? ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അല്ലെന്ന് അങ്ങനെയുള്ള എക്സാഗ്രേറ്റുള്ള ചോദ്യങ്ങളൊന്നും അർത്ഥമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലെ ഒരു ഭാഗം മാത്രമാണിത്. അത് നീ ഇത്ര മണ്ടറായി പോയല്ലോ. ഈ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത് കഴിഞ്ഞ 30-നാണ്. 2019 ഡിസംബർ മുതൽ സർക്കാരിന്റെ കയ്യിൽ ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടുണ്ട്. അതിന്റെ ശുപാർശകളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് 6ാമത്തെ തവണ ശ്രീ റെജി ലൂക്കോസ് ഞങ്ങളോട് ചോദിക്കുന്നത്. മരുന്നും ജീവിതകാലത്ത് നന്നാവില്ല. നിങ്ങൾക്ക് അല്ല, നിക്കേ ഈ ഗവൺമെന്റ് എടുത്ത നടപടിയെ കുറിച്ച് ഞാൻ പറയാം. ഇത്തരം പരാതികൾ മുൻകാലത്ത് ഉണ്ടായിരുന്നില്ല. ഒരു പ്രമുഖ നടനെ പോലും എടുത്ത് അറസ്റ്റ് ചെയ്തു. വലിയ ആരാധകവൃന്ദമുള്ള നടനെ പോലും 90-92 കാര്യമാണ്. ആ കേസിന്റെ ആധാരമായാണ് WCC കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞത് മാത്രമാണ് അതുമായുള്ള ബന്ധം. അത് രണ്ടും രണ്ടാണ്. ഒന്നാക്കാൻ ശ്രമിക്കരുത്. ശരിയാ, ഞാനും കേട്ടു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും? ഞാൻ വരട്ടെ.